ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ ഇതായി സക്രാരിൽ രക്ഷകനാം യേശുനാഥൻ ഇതായി തിരുവോസ്തിയിൽ ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം നമുക്കാരാധിക്കാം. ഓ ദൈവമേ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തിന് മുന്നേ ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് രണ്ട് കരങ്ങളും സ്വർഗ്ഗത്തോട് ഉയർത്തി ഇതാ നമ്മുടെ മുന്നിലായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം. സ്നേഹം തന്നെയായ ദൈവത്തെ ആരാധിക്കാം. ദൈവവും മനസ്സും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ അതരങ്ങൾ തുറന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നവനെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അറിയുന്നവനെ, ഞങ്ങളുടെ നൊമ്പര ദുഃഖങ്ങളെ ഏറ്റെടുക്കുന്നവനെ, വിശുദ്ധിയിലേക്ക് വളർത്തുന്ന ദൈവമേ, വിശുദ്ധരാകാൻ ഞങ്ങളെ വിളിച്ച ദൈവമേ, അങ്ങയുടെ വലിയ കൃപ ഒഴുകണമേ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവേ, അവിടുത്തെ കൃപയുടെ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാലാഖമാരുടെയും വിശുദ്ധരുടെയും വിശുദ്ധമായ ഓരോ ജീവിതത്തിൻ്റെയും കൃപയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധരാകുവാൻ വിശുദ്ധരെ സൃഷ്ടിക്കുന്ന വിശുദ്ധിയുള്ള പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ ദൈവം ബലിപീഠത്തിൽ നമ്മെ നോക്കി നിൽക്കുന്ന സമയം നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ വിശുദ്ധി എന്ന ഒരു പുണ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം ചൊരിയുന്ന സമയം കൂടിയാണ്. ഇപ്രകാരമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിലേക്ക് പകരപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധി. ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിലേക്ക് പകരപ്പെടുന്ന പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ആ പകരപ്പെടുന്ന അവസ്ഥയുടെ പേരാണ് വിശുദ്ധി. ഒരു വ്യക്തി വിശുദ്ധനാകുമ്പോൾ, ഒരു വ്യക്തി വിശുദ്ധയാകുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം ആ വ്യക്തിയിൽ ഉണ്ടായി എന്നുള്ളതാണ് സഭ ആ വ്യക്തിയിൽ അംഗീകരിക്കുന്നത്. സ്നേഹമുള്ളവരെ, യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും പരിശുദ്ധരായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് വിശുദ്ധി എന്നത്. മരണം വരെ വിശുദ്ധരായി ജീവിക്കുവാൻ. അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? വാർദ്ധക്യത്തിൻ്റെ ഇടനാഴികളിൽ മാത്രമല്ല സഭയിൽ വിശുദ്ധരുള്ളത്. ജനിച്ചു വീണ നാൾ വഴികളിലൂടെ കടന്നുപോയപ്പോഴും പിഞ്ചുബാലകർ മുതൽ വാർദ്ധക്യത്തിൻ്റെ വയോവൃദ്ധർ വരെ വിശുദ്ധരായ സഭയുടെ മുന്നോട്ടുള്ള യാത്രയിൽ വിശുദ്ധരാകാൻ ദൈവം പ്രത്യേകം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കും അവനും അവൾക്കും വിശുദ്ധരാകുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും വിശുദ്ധരായിക്കൂടാ?
ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഈ ദിനം പ്രാർത്ഥിക്കുകയാണ്. മരിച്ചാൽ സ്വർഗത്തിൽ പോകണമെന്നൊരു ആഗ്രഹം നമുക്ക് വേണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെ ഏറ്റവും വലിയ കൃപയാകുക. വിശുദ്ധി എന്നത് ഒരു ദൈവ വിളിയാണ്, എല്ലാ മനുഷ്യനുമുള്ള ഒരു വിളി. ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയോട് ജീവിച്ച് മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ ഞാനും ഒരു വിശുദ്ധനാകും. ഒരു കുടുംബജീവൻ നയിക്കുന്ന അപ്പനും അമ്മയും വിശുദ്ധിയോടെ ആ ദാമ്പത്യം പുലർത്തി കഴിയുമ്പോൾ അവരും വിശുദ്ധരാകും. ഒരു ബാല്യം നല്ല വിശുദ്ധിയോടെ തീർക്കുന്ന കുഞ്ഞും വിശുദ്ധനാകും. യൗവനം വിശുദ്ധിയോടെ ചെയ്തു തീർക്കുന്ന വ്യക്തിയും വിശുദ്ധരാകും. അതാണ് ദിവ്യകാരുണ്യം നമ്മെ പഠിപ്പിക്കുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 7 വാക്യം പറയുന്നുണ്ട്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ്. ദൈവം ഒരു മനുഷ്യനെ വിളിക്കുന്നത്, ദൈവം ഒരു മനുഷ്യന് ജന്മം നൽകുന്നത് അത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ്. ആ ഒരു വിളിയാണ് ഓരോ ക്രൈസ്തവനുള്ളത്, ഓരോ വ്യക്തിക്കുള്ളത്. ഓരോ വ്യത്യസ്തമായ വിളികളിലൂടെ ദൈവത്തിൻ്റെ പറുദീസയിലേക്കുള്ള യാത്രയാണ് നമ്മുടെയൊക്കെ ജീവിതം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധി എന്ന ദൈവവിളി ഈ കാലഘട്ടത്തിൽ ഒത്തിരി വെല്ലുവിളി ഉയർത്തുന്നൊരു കാര്യമാണ്. അത് ദൈവവിളിയാണെങ്കിലും ഇന്ന് മനുഷ്യലോകത്ത്, മനുഷ്യ ജീവിതത്തിൽ അതൊരു വെല്ലുവിളിയായിട്ട് വരുന്നുണ്ട്. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 4 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടെ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ സഹനത്തോട് താതാത്മ്യപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിശുദ്ധി കടന്നു വരും. അതുകൊണ്ട് ഈ വെല്ലുവിളിയുടെ കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം കൂടെയുള്ളവന് ഈ വെല്ലുവിളി തിരഞ്ഞെടുക്കാൻ ഏറ്റവും വലിയ ശക്തിയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിശുദ്ധി എന്ന ദൈവവിളി ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാകുന്നവനാണ് നല്ല ഒരു അപ്പനാകുക, നല്ലൊരു അമ്മയാകുക, നല്ലൊരു സന്യാസിയാകുക, നല്ലൊരു പുരോഹിതനാകുക, നല്ലൊരു ഭരണാധികാരിയാകുക. ആ ഒരു വിളിയിലേക്ക് ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല മക്കളെയും ദൈവം വിളിക്കുകയാണ്. അതുകൊണ്ട് ഈ വെല്ലുവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് പരിപൂർണത ആവശ്യപ്പെടുന്നുണ്ട്. ഈ ദൈവവിളി അല്ലെങ്കിൽ ഈ വെല്ലുവിളി നീ സ്വീകരിക്കുകയാണെങ്കിൽ നിന്നിൽ നിന്ന് ദൈവം ഒന്നു മാത്രം ആഗ്രഹിക്കുന്നു, ഒരു പരിപൂർണത ആവശ്യപ്പെടുന്നു. മത്തായി ശ്രീകയുടെ സുവിശേഷം 5 അധ്യായം 48 വാക്യം, അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. സ്വർഗത്തിലെ അപ്പനായ ദൈവം പരിപൂർണനായിരിക്കുന്നത് പോലെ, പുത്രനായ ഈശോ പരിപൂർണനായിരിക്കുന്നത് പോലെ, പരിശുദ്ധ റൂഹ പരിപൂർണനായിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും പരിപൂർണരായിരിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപ കടന്നു വരിക. സ്നേഹമുള്ളവരെ, വിശുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പരിപൂർണത നമുക്ക് കൃപയായിട്ട് വരും. എന്തൊക്കെയാണ് വിശുദ്ധിയുടെ പ്രാധാന്യം? ഒന്നാമത്തെ പ്രാധാന്യം പുറപ്പാട് പുസ്തകം 3 അധ്യായം 5 വാക്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഈ വിളി സ്വീകരിക്കുന്ന ജനിച്ച കുഞ്ഞു മുതൽ ഇന്ന് വരെ ഈ ശുശ്രൂഷ കാണുന്ന ആരുമായിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ ഒന്നാമത്തെ പ്രാധാന്യം, വിശുദ്ധനാകണമെങ്കിൽ ഒന്നാമത്തെ പ്രാധാന്യം നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. ഇത് മോശയോട് പറഞ്ഞതാ. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നീ കൂദാശകളോട് അടുക്കുമ്പോൾ നീ പരിശുദ്ധിയോട് അടുക്കണം. പാപം എന്ന ചെരുപ്പഴിച്ചു മാറ്റണം. ഇതാണ് ഇവിടെ നമ്മളോട് പങ്കുവെക്കുന്നത്. അശുദ്ധി എന്ന, വിദ്വേഷമെന്ന, കോപമെന്ന, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ ചെരുപ്പുകൾ നീ അഴിച്ചു മാറ്റണം. രണ്ടാമത്തെ പ്രാധാന്യം ഇതാണ് സ്നേഹമുള്ളവരെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. മത്തായി 5:8. ഹൃദയശുദ്ധി, ദൈവത്തെ കാണാനുള്ള ആഗ്രഹം, ദൈവത്തെ തേടുകയല്ല, ഞാൻ ദൈവത്തെ കണ്ടിട്ട് ഈ രാത്രിയിൽ ഉറങ്ങൂ എന്ന ഒരു വാശി നമുക്ക് വേണം. അതാണ് പല വിശുദ്ധരുടെയും ജീവിതം, ഈ വാശിയോടുള്ള ജീവിതമായിരുന്നു. അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. എൻ്റെ ഹൃദയം എപ്രകാരമാണ്? അതുകൊണ്ട് വചനം പറയുന്നില്ലേ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുക. ഞാൻ എല്ലാവരും പഴി പറയുമ്പോൾ എൻ്റെ ഹൃദയം അശുദ്ധമായി കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ചിന്താഗതി നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ പ്രാധാന്യം ഹൃദയശുദ്ധിയോടെ ദൈവത്തെ കാണാനുള്ളൊരു ആഗ്രഹം. മൂന്നാമത്തെ പ്രാധാന്യം ഇതാണ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 14 വാക്യം, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കില്ല. ദൈവത്തെ കാണണമെങ്കിൽ എൻ്റെ ഉള്ളിലെ വിശുദ്ധിയുടെ അളവുകോലുകൾക്ക് മാറ്റം സംഭവിക്കണം. ഇന്നലകളിലെ കുമ്പസാരം കഴിഞ്ഞിട്ടും എനിക്ക് ദൈവദർശനം സാധ്യമല്ലെങ്കിൽ അതിനു കാരണം ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. പാപം ഏറ്റുപറഞ്ഞെന്നു ശരിയാ, പാപത്തെ അതിൻ്റെ വേരോടുകൂടി പഴുത് മാറ്റുവാൻ ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് വരിക.
അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയുടെ ആവശ്യം കൂടുതലാണ്. കൂദാശ സ്വീകരണങ്ങൾ, ഇടവിടാതെ കൂദാശ സ്വീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ നിറവും മണവും നമുക്ക് നൽകും. വിശുദ്ധിയുടെ നിറവും മണവും ഉണ്ടായാലാണ് ഒരു കാർലോ അക്കിറ്റസിനെ പോലെ യൗവനങ്ങൾ മാറി മറിയുകയുള്ളൂ. ഒരു മരിയ ഗൊരത്തിയെ പോലെ ഒത്തിരി പെൺകുട്ടികൾ ഈ ലോകത്ത് ജനിക്കേണ്ട കാലഘട്ടമായി. എന്നാലും അശുദ്ധി എന്നതും തെറ്റായ ജീവിത പ്രേമ ബന്ധങ്ങൾ വീണുപോയി നശിച്ചു പോകുന്നതും അതാണ് ഇതിന് കാരണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ 3 പ്രാധാന്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. തുടർന്ന് ദൈവത്തിന് നമ്മോടുള്ളൊരു ആഗ്രഹമുണ്ട്, അത് നമ്മളെല്ലാവരും വിശുദ്ധരാകണമെന്നുള്ളതാണ്. നമ്മളെല്ലാവരും വിശുദ്ധരാകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നൊരു വചനമുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗിയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടരുത്. ഇത് ദൈവത്തിൻ്റെ ശക്തമായ വചനം പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ, സ്നേഹമുള്ളവരെ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും വിശുദ്ധീകരണം ആവശ്യമാണ്. പാപം ചെയ്ത് അശുദ്ധിയിലേക്ക് പോകുകയല്ല. മരണം മുന്നിൽ നിൽക്കുമ്പോൾ, മരണം നമ്മുടെ മടിത്തട്ടിലിരിക്കുമ്പോൾ തിരിച്ചറിയുക, ഞാൻ സ്വർഗത്തിൽ പോകുമോ? സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്ത് ചെയ്തു കൂട്ടി? എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി എൻ്റെ ഉള്ളിലുണ്ടോ? അതിനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടോ? ആഗ്രഹിക്കുന്നവന് അത് സ്വന്തമായി ദൈവം തരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിശുദ്ധി എന്നത് ഒരു ശിഷ്യൻ്റെ കടമയാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ കടമയാണ് വിശുദ്ധി. എന്താണ് ഇത് കടമയാണെന്ന് പറയാൻ കാരണം? 1 തെസ്സലോനി 4-ാം അധ്യായം 3-ാം വാക്യം പറയുന്നുണ്ട്, ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളുടെ ഓരോരുത്തരുടെ വിശുദ്ധീകരണമാണ്. അതുകൊണ്ട് തന്നെ മദർ തെരേസ പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. വിശുദ്ധയായ മദർ തെരേസ പറയുകയാണ്, വിശുദ്ധി എന്നത് കുറച്ച് വ്യക്തികളുടെ മാത്രം സുഖഭോഗ വസ്തുവല്ല. ഇത് കുറച്ച് വ്യക്തികൾ മാത്രം ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല, മറിച്ച് പിന്നെയോ എനിക്കും നിങ്ങൾക്കുമുള്ള ലളിതമായൊരു കടമയാണ്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ അവൻ്റെ കടമ എന്നത് അവനൊരു വിശുദ്ധനായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമാണ് സ്നേഹമുള്ളവരെ. അതാണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുള്ളൂ. കെട്ടിപ്പിടിച്ച സമ്പത്തുകൾക്കോ പണിതുകൂട്ടിയ മാളികകൾക്കോ ഒന്നും നിങ്ങളെ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. 6 അടി മണ്ണിൽ തീരാനുള്ള ഈ ജീവിതത്തിൽ വിശുദ്ധി മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള കോവണി എന്ന് തിരിച്ചറിയുക. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അതിനുവേണ്ടിയുള്ള ത്യാഗപ്രവൃത്തികൾ, അതിനുവേണ്ടിയുള്ള നല്ല കുമ്പസാരങ്ങൾ, അതിനുവേണ്ടിയുള്ള ബലിയർപ്പണങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളോടും ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധി ഒരു വ്യക്തിയുടെ ശക്തിയാണ്. എങ്ങനെയാണ് വിശുദ്ധി ഒരു ശക്തിയാകുന്നത്? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദാനിയേലിൻ്റെ വിശുദ്ധി സിംഹങ്ങൾ പോലും ബഹുമാനിച്ചു. ദാനിയേൽ ഒരു വിശുദ്ധനായതുകൊണ്ട് അവൻ കിടന്ന കുഴിയിലെ സിംഹങ്ങൾ, വിശുദ്ധിരുന്ന സിംഹങ്ങൾക്ക് പോലും അവനെ നക്കിത്തുടയ്ക്കാൻ പോലും തോന്നിയില്ല. അതാണ് വിശുദ്ധി എന്ന പുണ്യത്തിൻ്റെ ഒന്നാമത്തെ ഒരു കൃപ. അതുകൊണ്ട് വിശുദ്ധി നമുക്കൊരു ശക്തിയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലെ പ്രലോഭനങ്ങളിൽ തകർച്ചകളൊരു ശക്തിയാണ്. രണ്ടാമത് 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഏലിയായുടെ വിശുദ്ധി സ്വർഗം ബഹുമാനിച്ചു. ഏലിയ വിശുദ്ധിയുള്ള മനുഷ്യനായതുകൊണ്ട് സ്വർഗം ബഹുമാനിച്ചു. കാരണം ഏലിയ മരണം കാണാതെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പുതിയ നിയമത്തിൽ ഏലിയായ്ക്ക് തുല്യം പരിശുദ്ധ അമ്മയെയും സ്വർഗത്തിലേക്ക് എടുക്കും. അങ്ങനെ വിശുദ്ധിയാണ്. അവരുടെ ജീവിതത്തിൻ്റെ പരിച വിശുദ്ധിയായിരുന്നു, അവരുടെ ജീവിതത്തിൻ്റെ കോട്ട വിശുദ്ധിയായിരുന്നു. അതുകൊണ്ട് സ്വർഗം അവരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു വ്യക്തി ജെറമിയ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ പറയുന്നത്, ജെറമിയായുടെ വിശുദ്ധി ശത്രു രാജ്യം പോലും ബഹുമാനിക്കുന്നു. ജെറമിയ എന്ന ബാലന്റെ വിശുദ്ധി ശത്രു രാജ്യത്തിലെ രാജാവ് പോലും അവൻ്റെ വിശുദ്ധി കണ്ട് ബഹുമാനിച്ചു. ഈ ലോകവും രാജ്യവും നിന്നെ ബഹുമാനിക്കണമെങ്കിൽ നിന്നിൽ ഉണ്ടാകേണ്ടത് കഴിവോ അതിനേക്കാൾ വലിയ സമ്പത്തോ ഒന്നുമല്ല. നിനക്ക് വിശുദ്ധിയുണ്ടോ, നിന്നെ ജനം ബഹുമാനിക്കും, നിന്നെ സ്വന്തമാക്കും. നിന്റെ കുടുംബം പറയും, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വിശുദ്ധനുണ്ട്, ഒരു വിശുദ്ധിയുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജെറമിയായുടെ വിശുദ്ധി ആ രാജ്യം ബഹുമാനിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഏലീശായുടെ വിശുദ്ധി ശത്രു രാജ്യമായ സിറിയ രാജാവ് പോലും ബഹുമാനിക്കുന്നു. ഏലീശായുടെ വിശുദ്ധി കണ്ട് ശത്രു രാജ്യത്തിലെ സിറിയ രാജാവായിരുന്ന ആ വ്യക്തി വന്നിട്ട് ബഹുമാനിക്കുക. ഇതാണ് വിശുദ്ധിയുടെ ഏറ്റവും വലിയ കൃപ. അതുകൊണ്ട് വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചില മാനദണ്ഡങ്ങളുണ്ട്. വിശുദ്ധി പാലിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ. ഒന്നാമത്തെ മാനദണ്ഡം ഇതാണ് സ്നേഹമുള്ളവരെ,
വിശുദ്ധിയുള്ളവർ ചിലപ്പോൾ ദാനിയേലിനെ പോലെ സംരക്ഷിക്കപ്പെടും. ദൈവമാണ് അവൻ്റെ വിശുദ്ധി കണ്ട് അവനെ സംരക്ഷിച്ചത്. വിശുദ്ധിയുണ്ടെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളിലും നീ സംരക്ഷിക്കപ്പെടും, ചില പ്രതിസന്ധികളിൽ നീ സംരക്ഷിക്കപ്പെടും. രണ്ടാമത്തത്, വിശുദ്ധിയുള്ളവർ ചിലപ്പോൾ പൂർവ്വ ജോസഫിനെ പോലെ പീഡിപ്പിക്കപ്പെടും, ശേഷം ഉയർത്തപ്പെടും. വിശുദ്ധിയുള്ളവരെല്ലാം ഈ ലോകത്ത് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവർ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അവരെ സഭ വിശുദ്ധരെന്ന്, രക്തസാക്ഷികളെന്ന് വിളിച്ചിട്ടുണ്ട്. വിശുദ്ധിയുള്ളവർ ചിലപ്പോൾ ആബേലിനെ പോലെ രക്തസാക്ഷികളാകേണ്ടി വരും. ചിലർ രക്തം ചിന്തേണ്ടി വരും. സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ രക്തം ചിന്തേണ്ടി വരും. സ്നേഹമുള്ളവരെ, വിശുദ്ധിയുള്ളവർ ചിലപ്പോൾ സൂസന്നയെപ്പോലെ തെറ്റിദ്ധരിക്കപ്പെടും. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അത് വിശുദ്ധിയുള്ളവർക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടേണ്ടി വരും. വിശുദ്ധിയുള്ളവർ ചിലപ്പോൾ സ്നാപക യോഹന്നാനെ പോലെ അനേകരാൽ ആകർഷിക്കപ്പെടും, അതിനുശേഷം അവർ വധിക്കും. സ്നാപക യോഹന്നാൻ എല്ലാവരെയും ആകർഷിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിക്കുമ്പോൾ ആരുടെയും ആകർഷണം ഉണ്ടായിരുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരെക്കാളും ആകർഷിക്കപ്പെട്ടാലും ചിലപ്പോൾ നമ്മുടെ ശിരസ് കർത്താവിന് വേണ്ടി ഛേദിക്കപ്പെടേണ്ടി വരും. അതുകൊണ്ട് മാനദണ്ഡങ്ങളുണ്ട്, വിശുദ്ധിയിൽ സഹനമുണ്ട്, സങ്കടങ്ങളുണ്ട്, പരാതികളും വേദനകളുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ദൈവം നിനക്ക് ഒരു സ്വർഗം, പറുദീസ തരുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം, ഈ ഒരു വിശുദ്ധിയുടെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവം തന്നതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. കർത്താവെ, അങ്ങേക്കാൾ വേറെ ഒന്നിനും ഞങ്ങൾ സ്നേഹിക്കുന്നില്ല. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ദിവ്യഗാനത്തിലേക്ക് നോക്കുക. ഇത് ജീവിക്കുന്ന ദൈവമാണ്. നമ്മളൊരു തീരുമാനം എടുക്കാം. നമുക്ക് ഈശോയെ, അങ്ങേക്കാൾ വേറെ ഒന്നിനും ഞാൻ സ്നേഹിക്കുന്നില്ല. നീ എനിക്കായി ചെയ്തു തന്നതെല്ലാം ഓർക്കുന്നു. നിന്റെ മഹത്വപൂർണമായ ആ മഹത്വത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയണമേ. കർത്താവേ, ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല ജീവിതങ്ങളിലേക്കും ഈ സമയം വിശുദ്ധിയുടെ ഒരു കാറ്റ് വീശട്ടെ. വിശുദ്ധരാകാനുള്ളൊരു ആഗ്രഹം ഇവരുടെ ഉള്ളിൽ ഉദിക്കട്ടെ. ഞങ്ങൾ മരിച്ചാൽ സ്വർഗമെന്ന പറുദീസായി നിത്യജീവന്റെ കിരീടമണിയാൻ കൃപ തരണ കർത്താവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയ്ക്കുക. പരിശുദ്ധനായ ദൈവം നിന്റെ അരികിലേക്ക് കടന്നു വരുന്ന സമയം അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ചേർന്ന് പാടാം. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതല്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതല്ല. ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് പാടി. വലിയ അനുഗ്രഹത്തിന്റെ സമയമാണ്. എന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരും. ആഗ്രഹിച്ചു പാടി. ആരാധന 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 ആരാധന. Glory, power,
ചേർത്ത് വയ്ക്കുക. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക. കർത്താവെ, പരിപൂർണതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി കുറവുകളുണ്ട് കർത്താവെ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ശരീരം തന്നെ ഞങ്ങളുടെ ആത്മാവിനെ ആഗ്രഹിക്കുന്ന പരിപൂർണതയിലേക്ക് എത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങേ പരിപൂർണതയുടെ കൃപ ഒഴുക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ നാം സ്വീകരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മുന്നിലായിരിക്കുമ്പോൾ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ജ്വലിപ്പിക്കണം. 2 കരങ്ങളും ഈശോയുടെ മുന്നിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണേ കർത്താവേ. ഞങ്ങളെ പൗത്രീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ പൗത്രീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ പൗത്രീകരിക്കണമേ എന്ന ആഗ്രഹത്തോടെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് 3 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ, ഈശോയെ, ഈശോയെ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. എല്ലാവരും ചേർന്ന് പാടി. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് ശരീരത്തെ കർശനമായി നിയന്ത്രിക്കുന്നവൻ കീഴ്പ്പെടുത്തുന്നവനാണ്. ജീവിതത്തിൻ്റെ വിശുദ്ധി സ്വന്തമാക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കാം. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് വലിയൊരു അനുഗ്രഹം സ്വന്തമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മരണം ക്രിസ്തുവിനെ നേട്ടമാക്കുവാനും സ്വർഗം സ്വന്തമാക്കാനും ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളോട് കരുണയായിരുന്നു അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയെ എന്നെ വിശുദ്ധീകരിക്കണമെന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിന്റെ വലിയ പ്രചോദനം നൽകണമേ. കർത്താവ്, വിശുദ്ധിയോട് ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന്റെ വലിയ അഭിഷേകം ഈ നിമിഷം ഞങ്ങളിലേക്ക് നൽകണമേ. അങ്ങയുടെ വിശുദ്ധി ഈ നിമിഷം ഞങ്ങളിലേക്ക് കടന്നിറങ്ങുന്ന ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന